മണിശങ്കർ അയ്യർ എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ സമീപകാല പ്രസ്താവനകൾ കേരളത്തിലെയും ദേശീയ തലത്തിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷത്തിന് കാരണമാവുകയും നേതാക്കൾക്കിടയിൽ പരസ്യമായ വാക്പോരിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വാനോളം പുകഴ്ത്തിയ അയ്യർ അടുത്ത തവണയും കേരളം ഭരിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് പ്രവചിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. ആസൂത്രണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിഷൻ 2031 എന്ന ചടങ്ങിലായിരുന്നു വിവാദപരമായ ഈ പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിന് പിന്നാലെ സൈബർ ഇടങ്ങളിലും രാഷ്ട്രീയ വേദികളിലും അയ്യർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അയ്യരുടെ നിലപാടിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അയ്യരുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി. മണിശങ്കർ അയ്യർ നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെന്നും അദ്ദേഹത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ചടങ്ങിന് തന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകടിപ്പിക്കുക മാത്രമാണ് അയ്യർ ചെയ്തതെന്നും സർക്കാരിനെ പുകഴ്ത്താൻ അദ്ദേഹം കാണിച്ച ആവേശം വെറും ഉപകാരസ്മരണ മാത്രമാണെന്നും ചെന്നിത്തല പരിഹസിച്ചു. ഗാന്ധിയൻ പ്രദർശനങ്ങൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന അയ്യരുടെ വാദത്തെയും ചെന്നിത്തല ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയെ ഗാന്ധിയൻ എന്ന് വിളിക്കാതിരുന്നത് ഭാഗ്യമായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. വികസന കാര്യങ്ങളിൽ കേരളം ഗുജറാത്തിനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന അയ്യരുടെ നിരീക്ഷണത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായ വിഡ്ഢിത്തമായാണ് കാണുന്നത്.